ഹലോ. എന്നും ബ്രേക്ക്ഫാസ്റ്റ് ദോശ തന്നെ ആയാലും ഒരു മടുപ്പുണ്ടാവില്ലേ? അപ്പോൾ ഒരു മാവിൽ തന്നെ പലതരം ദോശ ഉണ്ടാക്കിയാലോ? അപ്പോൾ മിക്ക ആളുകൾക്കും ഇത് അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവരും കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണിത്. ചിക്കൻ പിസ്സ ദോശ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാനിലേക്ക് ദോശമാവ് ഒഴിച്ച് പരത്തിയെടുക്കാം. ദോശയുടെ മുകളിലായിട്ട് ഷെസ്വാൻ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതില്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്താലും മതി. ദോശയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കാം. ചിക്കൻ ചെറിയ പീസാക്കി ഫ്രൈ ചെയ്തെടുത്തിരുന്നു, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള, ക്യാപ്സിക്കം, തക്കാളി ഇതെല്ലാം അരിഞ്ഞത് കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ടൊരു ചെറിയ പീസ് ബട്ടർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അടപ്പടച്ചൊന്ന് വേവിച്ചെടുക്കാം. ചീസൊക്കെ മെൽറ്റായി ദോശ വേവായി വന്നിട്ടുണ്ട്. ഇത് ഈ പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ്, ചോക്ലേറ്റ് ബനാന ദോശ. പാൻ ചൂടാകുമ്പോൾ മാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം. എണ്ണയോ നെയ്യോ ആക്കി കൊടുക്കാം. ദോശയുടെ മുകളിലായിട്ട് റോബസ്റ്റ് പഴം കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുകയാണ്. ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. 10 രൂപയുടെ ചെറിയൊരു പാക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ചോക്ലേറ്റും പഴമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവും. അടുത്തത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന മസാല ദോശയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മസാല ദോശയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞത് കൊണ്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് സവാള അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായംപൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല കിഴങ്ങിലേക്കും പിടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയില അരിഞ്ഞ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് സ്റ്റൗവിൽ പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് മാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം. ദോശയുടെ മുകളിലേക്ക് എണ്ണയോ നെയ്യോ ഒഴിച്ച് കൊടുക്കാം. ദോശ ഒന്ന് ക്രിസ്പിയായി തുടങ്ങുമ്പോൾ അതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം മസാല വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം. മസാല ദോശ റെഡിയായി. ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഏത് ഷേപ്പിലും വേണമെങ്കിലും ചെയ്യാം. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള മുട്ട ദോശയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മതിയെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. നമ്മൾ ഓംലെറ്റിക്ക് എന്തൊക്കെയാണോ ഇടാറ് അതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സവാളയും പച്ചമുളകും മല്ലിച്ചപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം. ദോശയുടെ മുകളിലായിട്ട് മുട്ടയുടെ മിക്സ് ഒഴിച്ച് പരത്തി കൊടുക്കാം.
ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് വേവായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ സിമ്പിളായിട്ടുള്ള മുട്ട ദോശ റെഡിയായി. അടുത്തത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ദോശയാണ് ഗീ റോസ്റ്റ്. പാനിൻ്റെ ചൂട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാവ് ഇതിലേക്ക് ഒഴിച്ച് പരത്തി കൊടുക്കാം. ദോശയുടെ മുകളിലായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ദോശ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല മൊരിഞ്ഞ ദോശ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവും. അവസാനമായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന സാധാരണ പ്ലെയിൻ ദോശയാണ്. മാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്.